രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വൻമരം വീണിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് രാഹുൽ തിരികെ വരിക എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതവും കൂടുമെന്ന് പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും രാഹുലിൻ്റെ കാര്യത്തിൽ അത് ശരിയാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കോടതി വിധി വന്നിരിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് രാഹുലിനെതിരായ കോടതി വിധി വന്നിരിക്കുന്നത്. യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി തുടർന്ന് ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തിയെന്നതടക്കമുള്ള വലിയ കുറ്റങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. എന്തായാലും കോടതി വിധി രാഹുലിനെതിരായതോടെ കേരളക്കര ഞെട്ടുന്ന ഒരു പ്രഖ്യാപനമാണ് കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്നത്. രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയും കൈയൊഴിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസിലെ ചിലർ രാഹുലിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ കോടതി വിധി രാഹുലിനെതിരായതോടെ ചേർത്ത് നിർത്തിയവരെല്ലാം തള്ളിപ്പറയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത്. വിഷയം വഷളായതോടെ ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ ഇടപെടുകയും ഹൈക്കമാൻഡിൻ്റെ അനുമതിയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിൻ്റെ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം പരാമർശിക്കുന്നത്. പല നേതാക്കന്മാരും രാഹുലിനെ ചേർത്ത് നിർത്തിയപ്പോഴും രാഹുലിനെ അന്നു മുതൽ എതിർത്ത ഒരാളായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാഹുൽ തൻ്റെ MLA സ്ഥാനമടക്കം രാജിവെക്കണമെന്ന് VD സതീശൻ അന്നു മുതൽക്കേ പറഞ്ഞിരുന്നു. നേരത്തെ സപ്പോർട്ട് ചെയ്ത അടൂർ പ്രകാശ് ഇപ്പോൾ രാഹുലിനെതിരായി സംസാരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. MLA സ്ഥാനം രാഹുൽ സ്വയം രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറയുന്നതനുസരിച്ച് മാധ്യമങ്ങളിൽ ആക്ഷേപം വന്നപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നും രാഹുലിനെ നീക്കിയെന്നും രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തുവെന്നും അതുപോലെ തന്നെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇടതിൻ്റെ സ്വർണ്ണക്കൊള്ള അടക്കമുള്ള കാര്യങ്ങൾ എടുത്തു കാണിച്ച് വോട്ട് പിടിക്കാനുള്ള വലതിൻ്റെ നീക്കങ്ങൾ ഇവിടെ രാഹുലിൻ്റെ ഒരൊറ്റ പിടിപ്പുകേട് കൊണ്ട് നഷ്ടപ്പെട്ടു എന്നതാണ് പരക്കെയുള്ള സംസാരമായി ഉയരുന്നത്. ഒരുപാട് പ്രതീക്ഷയോടെ വളർന്നു വരുന്ന ഒരു യുവ നേതാവ് തകർച്ചയുടെ ഒരു പടുകുഴിയിലേക്ക് വീഴുന്ന കാഴ്ചയാണ് മലയാളക്കര ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവി ഇനി എങ്ങോട്ടേക്കാണ് എന്നുള്ളത് കണ്ടു തന്നെ മനസ്സിലാക്കണം.